ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്പീച്ച് ഡിലേയെ കുറിച്ചാണ്. നിങ്ങളുടെ കുട്ടി സംസാരിക്കാൻ വൈകുന്നുണ്ടോ? ഒരു കുഞ്ഞ് അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാതിരിക്കുന്ന അവസ്ഥേനെയാണ് ഡിലേ എന്ന് പറയുന്നത്. അത് ഏത് ടൈപ്പ് ഓഫ് ഡിലേ വേണമെങ്കിലും ആകാം. അത് ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യുന്ന ഡിലേനെയാണ് നമ്മൾ സ്പീച്ച് ഡിലേ എന്ന് ബ്രോഡായിട്ട് പറയുന്നത്. ഒരു കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്പീച്ച് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്രോട്ടോകോൾസ് ഉണ്ട്. നോർമലി 9 മുതൽ 14 മാസം പ്രായമുള്ള കുട്ടികൾ ഡാഡി, മമ്മി അല്ലെങ്കിൽ അമ്മ, അച്ഛ, വാവ, ബസ് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകളെല്ലാം ഉപയോഗിച്ച് തുടങ്ങുന്നു. 2 വയസ്സ് പ്രായമാകുമ്പോൾ കുട്ടി 1-2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ ചെറിയ സെന്റൻസുകൾ പോലെ പറയുന്നു. അതായത് വളരെ അർത്ഥപൂർണമായ വാക്കുകളാണ് സംസാരിക്കുന്നത്. അതായത് എനിക്ക് വേണം, എനിക്ക് വേണ്ട, ഇത്, അത്, ഇതെന്താണ് എന്നുള്ളത് കുട്ടി മനസ്സിലാക്കുന്നു. 3 വയസ്സ് പ്രായമാകുന്ന കുട്ടികൾ കഥകൾ പറയാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. 4 വയസ്സാകുമ്പോൾ നന്നായി സംസാരിക്കുന്നു. ഈ പറഞ്ഞ മൈൽ സ്റ്റോൺസിൽ എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടെങ്കിലാണ് അതിനെ നമ്മൾ സ്പീച്ച് ഡിലേ എന്ന് പറയുന്നത്. പല പല ഫാക്ടേഴ്സ് കാരണത്താലായിരിക്കാം സ്പീച്ച് ഡിലേ ഉണ്ടാകുന്നത്. ഇത് മൾട്ടി ഫാക്ടോറിയൽ ആണ്. സംസാരം വൈകുന്നതിന്റെ കാരണം ചിലപ്പോൾ കേൾവിക്കുറവായിരിക്കാം, അല്ലെങ്കിൽ ശ്രദ്ധക്കുറവായിരിക്കാം, അല്ലെങ്കിൽ കുട്ടിയുടെ പേരൻസ് അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സ് വീട്ടിൽ പല ലാംഗ്വേജസ് ആണ് സംസാരിക്കുന്നതെങ്കിൽ കുട്ടിക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ കുട്ടി എന്താണ് പറയേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ടങ് ടൈ കാരണത്താലായിരിക്കാം. ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പേരൻസോ അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സോ അവരുടെ ജോലി നടക്കാൻ വേണ്ടി കുട്ടിക്ക് ടിവിയോ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ കൊടുത്ത് കൂടുതൽ കാർട്ടൂൺസ് കാണിക്കുന്നത് വഴി കുട്ടിയോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഇത് കാരണത്താലും ആയിരിക്കാം. മറ്റു കാരണങ്ങൾ എന്തെന്നാൽ ചിലപ്പോൾ ഓട്ടിസം ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മാസം തികയാതെ ഡെലിവർ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജനന സമയത്ത് കുട്ടിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കാരണത്താലോ മസ്തിഷ്കത്തിലുണ്ടായ ക്ഷതം കാരണത്താലോ, അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മയ്ക്കുണ്ടായ രോഗങ്ങളോ അസുഖങ്ങളോ ഇൻഫെക്ഷൻസോ കാരണത്താലായിരിക്കാം ഇപ്പോൾ സ്പീച്ച് ഡിലേ ഉണ്ടായത്. ആദ്യമേ തന്നെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കുട്ടി സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ അത്രയും സംസാരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ ഉടനെ ഒരു പീഡിയാട്രിഷ്യനെ കാണുക. കേൾവിക്കുറവുണ്ടോ അല്ലെങ്കിൽ തൈറോയിഡിന്റെ ബുദ്ധിമുട്ടുണ്ടോ, ടങ് ടൈ ഉണ്ടോ, വേറെ എന്തെങ്കിലും ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് അസസ് ചെയ്യുക. ഇനിഷ്യലി ഇത് അസസ് ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്പീച്ച് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ സമയം TV, കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺസ് എന്നീ ഗാഡ്ജറ്റ്സ് കുട്ടിക്ക് കൊടുക്കുന്നതിൽ കൂടുതൽ കുട്ടിയോട് സംസാരിക്കാനും കുട്ടിയോട് സമയം ചെലവഴിക്കാനും ശ്രമിക്കുക. കുട്ടിയുടെ സംസാരം ഡെവലപ്പ് ചെയ്യിക്കുക എന്നുള്ളത് ഒരു ജോയിന്റ് എഫേർട്ടാണ്. അത് സ്പീച്ച് തെറാപ്പിസ്റ്റ് കൊടുക്കുന്നത് വഴി മാത്രം നടക്കണമെന്നില്ല. വീട്ടിൽ കുട്ടിക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക, കുട്ടിയെ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുക, കുട്ടിക്ക് പാട്ട് പാടിക്കൊടുക്കുക, റൈംസ് പാടിക്കൊടുക്കുക, കുട്ടീനെ റെസ്പോണ്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക, കഥകൾ വായിച്ചു കൊടുക്കുക, പിക്ചർ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം, ബിൽഡിംഗ് ബ്ലോക്സ് വെച്ച് കളിക്കുക, കുട്ടിയുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. എല്ലാ സ്പീച്ച് ഡിലേസും ഓട്ടിസം അല്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോസ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.